നമസ്കാരം. കുറെ കാലങ്ങൾക്ക് ശേഷം എന്നെ കാണുന്ന ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് വലിയൊരു മാറ്റം സംഭവിച്ച പോലെ, വല്ല അസുഖമായിട്ട് കിടപ്പിലായിരുന്നോ എന്നൊക്കെ. അതായത് കുറച്ച് തടിച്ചിരുന്ന ഞാൻ ഒന്ന് സ്ലിം ആയിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ഒരു 10 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരെല്ലാവരും ചോദിക്കുന്നു ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത്. ഒരു 5 മാസം കൊണ്ട് എനിക്ക് 10 കിലോ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു. അത് ആരുടെയും അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ജിമ്മ് ചെയ്തിട്ടോ ഒന്നുമല്ല, പക്ഷേ ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കിയ ഒരു റുട്ടീൻ പ്ലാൻ കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റിയതാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആരും എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കാരണം ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ട്രെയിനറോ ഒന്നുമല്ല. ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. സോ കുറച്ചു കാലമുള്ള സ്ഥിരമായിട്ടുള്ള യാത്രയും ഇടയ്ക്കുള്ള ഒരു ഗൾഫിലേക്കുള്ള വിസിറ്റും ഒക്കെ എന്നെ അത്യാവശ്യം നല്ലൊരു തടിച്ചിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് എന്റെ കോൺഫിഡൻസ് കുറയ്ക്കാനും ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തൊരു ഒരു ഫീലൊക്കെ എനിക്ക് നന്നായിട്ട് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാനിത് ആരോടും തുറന്നു പറഞ്ഞില്ലെങ്കിലും അത് കുറയ്ക്കണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒന്ന് മാറ്റി എന്നുള്ളതാണ്. എനിക്ക് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് 6 മണിയുടെ മുന്നേ എണീക്കുക എന്നുള്ളത്. പക്ഷെ ആദ്യം തന്നെ ഞാൻ ചെയ്തത് 5 മണിക്ക് എണീക്കുക എന്നുള്ളതാണ്. സോ 5:30-ക്കുള്ളിൽ നമ്മുടെ മോർണിംഗ് റുട്ടീൻസ് എല്ലാം കഴിഞ്ഞ് 5:30 ആകുമ്പോഴേക്കും ഞാൻ പുറത്തു പോകും. അതായത് അവിടെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. എന്റെ മക്കളെയും കൂട്ടി ഞാൻ പുറത്തു പോകും. സോ ആദ്യമൊക്കെ വാക്കിംഗ് ആയിരുന്നു. ആ വാക്കിംഗ് ചെയ്ത് വന്നാൽ തന്നെ ഭയങ്കര ടയേർഡ് ആയിരുന്നു. പക്ഷെ പിന്നെ ആ വാക്കിംഗ് എന്നുള്ളത് ആ റൗണ്ടിന് ചുറ്റും ഓടുന്ന ഒരു ശീലത്തിലേക്ക് മാറ്റി. ഒരു ഹാഫ് ആൻ അവർ നന്നായിട്ട് ഓടും. അവിടെ ആരും തന്നെ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ മക്കളും മാക്സിമം അവിടെ ഓടി തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റ് വീട്ടിൽ വന്നിട്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യും. സോ ആ ഒരു 6:30-ക്കുള്ളിൽ ആ ഒരു സമയം മുതൽ ഒരു 9 മണി വരെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കാൻ മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും 9 മണിക്കുള്ളിൽ എൻ്റെ അകത്തേക്ക് പോവാറുണ്ട്. ദെൻ ഒരു 9:30 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആസ് യൂഷ്വൽ വലിയൊരു ക്വാണ്ടിറ്റി ഞാൻ കഴിക്കാറില്ല. 2 ദോശയോ 2 ഇഡലി 2 ചപ്പാത്തി ഇതൊക്കെ തന്നെയാണ് എന്നും എൻ്റെ റുട്ടീൻ. അത് അതുപോലെ തന്നെ. പിന്നെ ഷുഗർ ഇട്ടിട്ടുള്ള ഒരു ചായ എനിക്ക് മസ്റ്റ് ആണ്. സോ ഇതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 2 ദോശ എന്താണെങ്കിലും ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പോകുന്നു, എൻ്റെ ഡ്യൂട്ടി കഴിയുന്നു. ആൻഡ് ലഞ്ചിൽ സാധാരണ പോലെ തന്നെ വലിയൊരു ക്വാണ്ടിറ്റി ചോറ് എനിക്ക് എന്നും താല്പര്യമില്ല. പക്ഷെ റൈസ് എപ്പോഴും മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി മാത്രമല്ല, എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഷുഗർ ലെവൽ കുറയുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ഇതുവരെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു പിടി ചോറ്, ഒരു പിടി എന്ന് പറയുമ്പോൾ വളരെ കുറവൊന്നുമല്ല കേട്ടോ, നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ആൾക്ക് വേണ്ട അത്രയും തന്നെ ക്വാണ്ടിറ്റിയുള്ള ചോറും അതിലേക്ക് അത്യാവശ്യം വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വെജിറ്റബിൾസ് മാത്രമല്ല, ഫിഷും ചിക്കനും എല്ലാം അതിന്റെ കൂടെ നന്നായിട്ട് തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണം വെച്ചിട്ട് യാതൊരു കോംപ്രമൈസും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സോ എല്ലാ ഭക്ഷണവും ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം വൈകിട്ട് ഈ ഒരു വൈകുന്നേരം 4 മണിക്ക് കോളേജ് വിട്ട് വരുന്നതിൻ്റെ ഉള്ളിൽ മിനിമം ഞാനൊരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല ക്ലാസ്സിൽ പോകുന്ന സമയത്ത് യൂഷ്വൽ ആയിട്ട് എൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടാവും. എനിക്ക് ത്രോട്ടിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അതൊരു സിപ്പ് കുടിക്കുന്ന ഒരു ക്യാരക്ടർ കൂടെ എനിക്കുണ്ട്. സോ ഞാൻ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് അറിയാതെ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകാറുണ്ട്. ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ല, പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചായ മസ്റ്റ് ആണ് വിത്ത് ഷുഗർ. ആൻഡ് അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ മാക്സിമം ഞാൻ സ്നാക്സ് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. സോ ഈ ഒരു ചായ കുടിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്, അത്ര എന്നെ കൊണ്ട് സാധിക്കാറുള്ളൂ, ഒരു 20 മിനിറ്റ് ഞാൻ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാറുണ്ട്. അതിൽ സ്കിപ്പിങ്ങും ജമ്പിങ് എക്സസൈസസ് ഒക്കെ മാക്സിമം വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറല്ല, ചെയ്യാറുണ്ട്, റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഒരു 2-3 മാസം തന്നെ ചെയ്തപ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എക്സസൈസ് ഒക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള റൂട്ടീൻ സ്ഥിരമായിട്ട് അതിൽ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ വല്ലാതെ റിസ്ക് എടുക്കാറില്ലെങ്കിലും ചെയ്യാറുണ്ട്. ഓക്കെ. ദെൻ അതിനുശേഷം വരുന്നതാണ് എനിക്ക് വലിയൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്തത്. എന്റെ ഡിന്നർ എന്ന് പറയുന്നത് 6:30-ക്കുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതായത് ഇപ്പൊ കുറെ ആയിട്ട് അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മാറ്റം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഡിന്നർ എന്ന് പറയുമ്പോൾ ദോശയോ ചപ്പാത്തി അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറില്ല. പകരം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സോ അല്ലെങ്കിൽ ജ്യൂസ്, ഇനി അതും അല്ലെങ്കിൽ ഓട്സ്, ഇനി അതും അല്ലെങ്കിൽ ഒരു എഗ് ബോയിൽഡ്, ഫുൾ ബോയിൽഡ് എഗ് കഴിക്കാറുണ്ട്.
അപ്പോ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ച് തൽക്കാലം കഴിച്ച് വിശപ്പടക്കുക. ഇതാണ് സത്യത്തിൽ ചെയ്യുന്നത്. അല്ലാതെ പട്ടിണി കിടക്കാറില്ല എന്ന് വിചാരിച്ച് ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട വാങ്ങിക്കും, 1-2 ഫുൾ ബോയിൽഡ് എഗ് നന്നായിട്ട് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഫസ്റ്റിലൊക്കെ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം 6:30 മണിക്കൊക്കെ ഡിന്നർ കഴിച്ചിട്ട് 10 മണി വരെയൊക്കെ ഇരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വിശക്കും ഓട്ടോമാറ്റിക് ആയിട്ട്. പക്ഷെ ആ ഒരാഴ്ച ഞാനൊന്ന് കണ്ണടച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് അത് ശരിയായി. അപ്പൊ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30ക്ക് ശേഷം എനിക്ക് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അന്ന് എന്തോ പാമ്പര വിഴുങ്ങിയ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ ശ്രമിക്കാറില്ല. ഓക്കെ. പിന്നെ ഇപ്പോ ഈ ഒരു റുട്ടീനിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നെവർ സ്കിപ്പ് മൈ ഫുഡ്, ഐ നെവർ സ്കിപ്പ് മൈ സ്ലീപ്പ്. അതൊരിക്കലും ചെയ്യാറില്ല. എനിക്ക് താല്പര്യമുള്ള എല്ലാ ഫുഡും എന്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് ഞാൻ കിടന്നുറങ്ങാറുണ്ട്. ഉറക്കം എന്നുള്ളത് എനിക്ക് മാൻഡേറ്ററി ആണ്. ഉറക്കം വെച്ച് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. മോസ്റ്റ്ലി ഞാനൊരു 10 മണിക്കെങ്കിലും കിടന്നുറങ്ങാൻ ശ്രമിക്കുന്ന ആളാണ്. ഈ 10 to 5 ഞാൻ നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന സ്വഭാവമൊക്കെ ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ ഒഴിവാക്കി പോവാറാണ് പതിവ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളൊരു വെയിറ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പട്ടിണി കിടക്കണമെന്നോ അല്ലെങ്കിൽ ഉറങ്ങാതെ നമ്മൾ കുറെ കാര്യങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകണമെന്നോ ജിമ്മിൽ പോയിട്ട് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നമ്മളൊരു വെൽ റുട്ടീൻ പ്ലാൻ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. ആൻഡ് മോർ ദാൻ ദാറ്റ് നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അത് മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കേട്ട് ഒരാഴ്ച ചെയ്യും, അവിടെ നിർത്തും. അപ്പൊ അതിന് പകരം സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു 6 months ചലഞ്ച് എന്നോ 5 months ചലഞ്ച് എന്നൊക്കെ ഒരു കലണ്ടർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ ഞാനിത് വീണ്ടും പറയാണ്, എന്നെ ആരും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. പലരും എന്നോട് ചോദിച്ച ഒരു കാര്യത്തിന് ഒരു റിപ്ലൈ ഇത്തരത്തിൽ തന്നു എന്ന് മാത്രം. ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഉപകാരപ്പെടും, അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകം പറയുന്നു, ഈ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡിസീസസ്, ഷുഗർ, പ്രഷർ, അതുപോലെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോസിബിൾ അല്ല. കാരണം ഫുഡൊക്കെ അവരുടെ ടൈം അനുസരിച്ചിട്ട് അവർക്ക് പലതിലും വ്യത്യാസം വരാറുണ്ട് കേട്ടോ. സോ ദിസ് ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. താങ്ക് യു.